اللهم بارك لنا في رجب وشعبان وبلغنا سهر رمضان. മാസം വരുമ്പോൾ നിങ്ങൾ നോമ്പ് പിടിക്കണമെന്നല്ല പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് പള്ളിയിൽ സമയമാകുമ്പോ ബാങ്ക് വിളിക്കുകയാണ്. ആ ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ബുദ്ധിയുള്ള എല്ലാ മുസ്ലിം ഉണ്ടല്ലോ, ബുദ്ധിയുള്ള കഴിവുള്ള ആണിനും പെണ്ണിനും നമസ്കാരം നിർബന്ധമാണ്. ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കണേ. അതാ ദുൽഹജ്ജ് മാസം കടന്നു വന്നു. ഹജ്ജിന്റെ മാസം കടന്നു വരുമ്പോ നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ പോയി ഹജ്ജ് ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സക്കാത്ത് കൊടുക്കാൻ നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ നീ ആ സമയ സക്കാത്ത് കൊടുക്കേണ്ട സമയമാകുമ്പോ നീ സക്കാത്ത് കൊടുക്കണേ. പ്രവാചകൻ പറഞ്ഞത് റമദാനിൽ നോമ്പ് പിടിക്കണമെന്നല്ലോ. അതാ റമദാനിന് 2 മാസം മുമ്പേ ആ റമദാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നീ ഒരുങ്ങണമെന്ന് മുത്തുനബി അവിടെ പറയുമ്പോ ഞാനും നിങ്ങളും പടച്ചവനെ ഇങ്ങനെ നടക്കുകയാണ്. ഇത്രയും നാളും ഇലക്ഷന്റെ തിരക്കിലായിരുന്നു. ഇപ്പൊ ചിന്തിക്കുന്നത് ആര് ജയിക്കും ആര് തോക്കുമെന്ന ചിന്തയോട് നിങ്ങളും ഇങ്ങനെ കളയുമ്പോ ഈ പാഴാക്കി കളയുന്ന മാസം ഏത് മാസമാണെന്നറിയുമോ? ഇത് പാഴാക്കേണ്ട മാസമല്ല, ഇത് മറന്നു പോകുന്ന മാസമാണ്. മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ശഅബാൻ ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ് സഅബാ. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾക്ക് വല്ലാത്ത വിലയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഫീഹി തുർഫഉൽ അഅമാൽ. ഈ മാസമാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ മുഴുവനും, നമ്മുടെ ചെയ്ത കാര്യങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയ മാസമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾക്ക് ഒരുങ്ങാൻ കഴിയുമോ? നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ കഴിയുമോ? പരിശുദ്ധമായ റമദാനിന് മുമ്പേ, ആ വിശുദ്ധമായ റമദാനിന്റെ 1-ാമത്തെ രാവ് കടന്നതിന് വരുന്നതിന് മുമ്പേ എനിക്കും നിങ്ങൾക്കും ഒന്ന് നന്നാകാൻ കഴിയുമോ? പ്രിയമുള്ള സഹോദരാ, നിനക്ക് ഈ മാസത്തിന്റെ മഹത്വം അറിയാതെട്ടാ. ഈ മാസത്തിന് വല്ലാത്ത മഹത്വമാണ്, ഈ മാസത്തിന് വല്ലാത്ത മഹത്വമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, വശഅബാനു ഹുവൽ മുകഫിറൂൻ. കഴിഞ്ഞു പോയതൊക്കെ പോകട്ടെ, ഇനിയുള്ള ഈ മണിക്കൂറുകളുടെ മഹത്വം നീ മനസ്സിലാക്കിക്കോ. ഇനിയുള്ള സമയങ്ങളുണ്ടല്ലോ, ഇനിയുള്ള ഈ 2-3 ദിവസങ്ങൾ 2 ആണോ 3 ആണോ എന്ന് നമുക്കറിയില്ല. പടച്ചവനെ, ഇനിയുള്ള ഈ ദിവസങ്ങൾ ഇതിന്റെ മഹത്വം എന്തെന്നറിയുമോ? ശഅബാനു ഹുവൽ മുകഫിറൂൻ. ഇത് പാപം പൊറുക്കുന്ന മാസമാ. റമദാൻ 27 മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത് പാപം പൊറുക്കുന്ന മാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാറ് പടച്ചവനെ ഒരു മാസം നമ്മളിലേക്ക് കടന്നു വന്ന് പാപങ്ങൾ ചെയ്യുന്നവരാണ്. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇന്നത്തെ ഒരു ദിവസം ചെയ്ത കണക്കെടുത്ത് നോക്ക്. നിനക്ക് ഓർമ്മയുണ്ടെങ്കിലും ചിന്തിച്ചു നോക്ക്. ഇന്ന് രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സമയത്ത് നിങ്ങൾ ഈ ദുനിയാവിലെ സ്വർഗത്തിലിരിക്കുമ്പോ ഇതുവരെ ചെയ്ത പാപങ്ങളെ കുറിച്ച് എന്തേ ആലോചിക്കാത്തത്? കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത്
പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം എത്രയോ ലക്ഷക്കണക്കിന് പാപം ചെയ്തവരാ. പക്ഷേ ആർക്കും തൗബ ചെയ്യാ മനസ്സില്ല, പശ്ചാത്തപിച്ച് മടങ്ങാ മനസ്സില്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാ മനസ്സില്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹസിബൂ ഖബല അൻ തുഹാസബൂ. എടാ പൊന്നുമോരെ, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിൽ രണ്ടാമതൂതുമ്പോ കബർ വെട്ടി പൊളിച്ചിട്ട് ഞാനും നിങ്ങളും എഴുന്നേറ്റിട്ട് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, എനിക്കും നിങ്ങൾക്കും ഈ സമയത്ത് പോലും നാളെ നമ്മുടെ തലയുടെ തൊട്ടുമുകളിൽ ആ സൂര്യൻ ദിവസം വരാൻ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ വലിച്ചിറങ്ങുന്ന ഒരു ദിവസമുണ്ട്. എന്തേ ചിന്തിക്കാത്തത്? ഇത് കഥയല്ലല്ലോ, ഇത് മുത്തുനബി പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നതല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകിക്കളയാറുള്ള രാത്രിയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് തൗബ ചെയ്യാറുള്ള സദസാ. എത്ര പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാണ്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാ. എന്തിനാ നീ പേടിക്കുന്നത്? കണ്ണു കുടിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. വ്യഭിചരിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. പലിശ തിന്നിട്ടുണ്ടോ? പേടിക്കണ്ട. മോനെ, നീ എത്ര വലിയ കൊടും പാപം ചെയ്തവനാണെങ്കിലും നിനക്ക് അല്ലാഹുവിന്റെ മുന്നിലും നീ ഏറ്റു പറയാൻ കഴിയുമോ? എത്ര പാപം ചെയ്താലും പുറത്തു തരുന്നവനാ നിന്റെ റബ്ബ്. ഖുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപം ചെയ്താലും പുറത്തു തരുന്നവനാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവിടെന്ന് പറയുന്ന നബിയേ, എന്റെ അടിമകളോട് പറ നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ഏറ്റു പറയാ പറ നബിയേ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ റബ്ബ്. സ്വന്തം പെമ്മക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ റബ്ബ്. അതുകൊണ്ട് എന്തിനാ മോനെ പേടിക്കുന്നത്? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള്, കള്ളു കുടിച്ചെങ്കിൽ നീ അല്ലാഹുവോട് പറയണം, ഞാൻ കള്ളു കുടിച്ചു പടച്ചവര്. വ്യഭിചരിച്ചെങ്കിൽ പറയണം, ഞാൻ വ്യഭിചരിച്ച് തമ്പുരാന്. ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചവളാണ്, ഞാൻ എന്റെ ഭാര്യയെ വഞ്ചിച്ചവളാണ്. വളരെ പ്രതീക്ഷയോടെ എനിക്ക് ഭക്ഷണം തന്ന് പോറ്റി വളർത്തി എന്റെ മാതാപിതാക്കള് ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്. ഓരോന്നും വിടാതെ നീ എണ്ണി പറയണം. പാപങ്ങൾ ഓരോ എണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. പടച്ചവനെ എണ്ണി എണ്ണി പറയണം അല്ലാഹുവിനോട്. വലിയ പാപം ചെയ്തവനാണെങ്കിലും
ഒരു നാണവും വേണ്ട, ഒരു മടിയും വേണ്ട. ചെയ്തു പോയത് മുഴുവനും നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ എടുത്തു പറയണം. കാരണം ഇത് പാപം പൊറുക്കുന്ന മാസമാണ്, ഇത് പാപം പൊറുക്കുന്ന മാസമാണ്, ഇത് പാപം കഴുകിക്കളയാനുള്ള മാസമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹാസിബൂ ഖബല അൻ തുഹാസബൂ. നിങ്ങൾക്ക് ആ ഭയാനകമായ വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇരുന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന മൈക്കുണ്ടോ? സ്റ്റാൻഡ് ഉണ്ടോ? മൈക്കുണ്ടോ? ഉണ്ടോ? ഞാൻ ഇരുന്ന് വേല പറഞ്ഞോട്ടെ. എന്തെന്നറിയില്ല, ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട്, ബി പി കുറയുന്നതാണെന്ന് തോന്നുന്നു. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാമീൻ പറഞ്ഞു, രാമീൻ പറ. മൈക്ക് സെറ്റ് ആരാ? പുറത്തൊക്കെ ഓഫാക്കിയാരെ, ഇതിനകത്ത് മാത്രം ഇട്ടാൽ മതി. എല്ലാവരും എഴുന്നേറ്റാ ആ ഇരിക്കണ കസേര വന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടെ, നമുക്ക് അടുത്തിരിക്കാം. മതി, അൽഹംദുലില്ലാ. കയറിയിരുന്നു. നിങ്ങൾ കസേര എടുക്കണ്ട, ഇവിടെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിലോട്ട് വന്നാൽ മതി. ആ മനുഷ്യന്മാർ എഴുന്നേറ്റ് വാ. എന്താ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞപ്പോ ഇറങ്ങി ഓടണം. വാ വാ, അടുത്ത് വാ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. കൊടികളൊക്കെ ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്താ അവിടെ 3-4 പേര് നിൽക്കുന്നത്? ചങ്ങായിമാരെ മക്കളുടെ വാത് വെക്കാൻ പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ധൈര്യമായിട്ട് വാ, ഇൻഷാ അല്ലാഹ്. പേരുന്നു പിരിവൊന്നും ഇല്ല, എന്തോ പിരിയാനാ. നാട്ടുകാരെ മുഴുവൻ ബക്കറ്റ് എടുക്കാൻ തന്നെ പേടി, ബക്കറ്റ് എടുക്കാൻ തന്നെ പേടി. ആൾക്കാർ ഇറങ്ങി ഓടുക. അതുകൊണ്ട് പിരിവൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കുക. കഴിഞ്ഞ വർഷം കൊടുത്തത് അൽഹംദുലില്ലാ ആ മക്കളെ ഏൽപ്പിച്ചത് അത് ആ കുട്ടി താറ്റുവാനായിരുന്നു. 10 പവന് 10 ദിവസം പൈസ ഒന്നും കൊടുത്തില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. പക്ഷെ ഉള്ളത് പറയണമെന്നല്ല. ആക്കാക്കി മനസ്സിലായി ഞാൻ എന്താ പറയാന്ന് പറയാം. എന്റെ ചിരിക്കണം. അദ്ദേഹത്തിന് ഞാൻ എന്താ പറയാമെന്ന് മനസ്സിലായത്. ഇതെന്നറിയോ? വേണ്ട, ഞാൻ ഫിത്തന ഉണ്ടാക്കുന്നില്ല. അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം മുമ്പുള്ളവരെ കിട്ടിക്കുന്നുണ്ടോ?
ശരി, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 പവന് 1 ലക്ഷം രൂപയും കഴിഞ്ഞ വർഷം കൊടുത്തുണ്ട്. ഈ 1 ലക്ഷം രൂപയ്ക്ക് എന്താ പറയുക നമ്മുടെ നാട്ടിൽ? ഒരു പെണ്ണ് കെട്ടുന്ന എന്തൊക്കെയാടാ ഉള്ളത്? അതൊരു 25 പവന് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീധനം എന്ന് പറയുന്ന സാധനത്തിനാ പറയാം 1 ലക്ഷം രൂപ അല്ലേ? അതൊന്നും വേണ്ട, ശരിയാക്കെ പോട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കണം നമ്മളൊക്കെ കൂടും പാപികളാണ്. ജീവിതത്തിൽ നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിന്നെ പടച്ച ആരാന്നറിയാം. എടാ, 100 കൊല ചെയ്ത ഒരു മനുഷ്യൻ. ആ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കണം. വളരെ മനോഹരമായ, ചിന്തിക്കാൻ നമുക്ക് വല്ലാത്ത ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് പാഠങ്ങളുടെ ഒരു ചരിത്രമാണ്. ഒരു മനുഷ്യൻ 99 പേരെ കൊന്നു. 99 പേരെ കൊന്ന ഈ മനുഷ്യനൊന്ന് നന്നാകണമെന്ന് തോന്നി. നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇപ്പൊ ഇത് 99 എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറുതാ. ഇപ്പൊ പിന്നെ ലക്ഷങ്ങളുടെ കാലമാണല്ലോ. അതാണല്ലോ 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ ഒരാളുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുവോ? ഇല്ലടാ, എന്നാ നീയും ചാവടാന്ന് പറഞ്ഞു ഒറ്റ വെട്ട് 100 കൊന്നളഞ്ഞു. ഒരാളോട് പോയി ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നവനാണ്, എനിക്ക് വല്ല പാപത്തിന് മോചനമുണ്ടോ? എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇപ്പോ കേട്ട ആള് പറയാവൂ, 99 പേരെ കൊന്ന് നിന്നെ രക്ഷപ്പെടുത്താനും നിന്നെ വെറുതെ വിടുവല്ല. അപ്പൊ പറഞ്ഞു, എന്നാ നീയും പോകട്ടെ എന്ന് പറഞ്ഞ് 100 തികച്ചു. 100 പേരെ കൊന്നു കഴിഞ്ഞപ്പോ ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം. അദ്ദേഹം പോയി ഒരു ആലിമിന്റെ അടുക്കൽ, ഒരറിവുള്ള മനുഷ്യന്റെ അടുക്കൽ പോയി ചോദിച്ചു, ഞാൻ 100 പേരെ കൊല ചെയ്തിട്ടുണ്ട്, 99 പേരെ കൊന്നു, ഇപ്പൊ ഒരാളെ കൂടെ കൊന്നു, 100 തികച്ചവനാ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ആ മനുഷ്യനോട് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും. 100 കൊല ചെയ്തവനോട് പറഞ്ഞു കൊടുത്ത അല്ല നിനക്ക് പുറത്തു തരും. അവസാനം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി തൗബ ചെയ്തു. അവിടെ നിന്ന് മനുഷ്യ ആരിമു പറഞ്ഞു, ഇനി നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കരുത്, വേറെ ഏതെങ്കിലും നാട്ടിൽ പൊക്കോ. നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു നാട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് അങ്ങോട്ട് പൊക്കോളാൻ. ഈ മനുഷ്യൻ ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മരണപ്പെട്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അന്യ ഒരു നാട്ടിലേക്ക് ഈ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരിച്ചു. മരിച്ചതും നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും. 2 ഭാഗത്തു നിന്നും മലക്കുകൾ വന്നു. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, 100 പേരെ കൊന്നവനായി ഇവൻ ഞങ്ങൾക്ക് വേണം. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ തൗബ ചെയ്തവനായി, ഇവനെ ഞങ്ങൾക്ക് വേണം. അങ്ങനെ മലക്കുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ പറഞ്ഞു വിട്ടു മധ്യസ്ഥനായിട്ട്. അവസാനം 2 മലക്കുകളോടും പറഞ്ഞു, ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം അടക്കണം, ഇനി അങ്ങോട്ടുള്ള ദൂരവും അടക്കണം. എന്നിട്ട് ഈ നാട്ടിനോടാണ് ഈ മനുഷ്യൻ അടുത്തിരിക്കുന്നതെങ്കിൽ നരകത്തിന്റെ മലക്കുകൾക്കുള്ളതാ. പക്ഷേ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ താമസിക്കുന്ന നാടുമായിട്ടാണ് ഇദ്ദേഹത്തിന് അടുപ്പമുള്ളതെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗമാണ്. ചരിത്രം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവർ താമസിക്കുന്ന നാടുമായിട്ട് അദ്ദേഹത്തിന് അല്ലാഹു അടുപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 കൊല ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. എന്തിന്? സ്വന്തം പെമ്മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയ സ്വഹാബത്ത്. തന്റെ പൊന്നാര മക്കളെ ജീവനോടെ 1 അല്ല 2 അല്ല, അല്ലാഹുവേ തനിക്ക് കിട്ടിയ മക്കളെ മുഴുവനും ജീവനോടെ കൊന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. പിന്നെ എന്തേ ചെറുപ്പക്കാരാ നീ പേടിക്കണേ? നീ അല്ലാഹുവോട് പറയണം, നീ പറയണം, രഹസ്യമായി ചെയ്തത് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യമായി ചെയ്തത് പരസ്യമായി നീ അല്ലാഹുവോട് പറയണം. പടച്ചവനെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് തമ്പുരാനെ, പറയണം. ഒരു മടിയും നീ കാണിക്കരുത്. എങ്ങനെ പറയണമെന്നറിയുമോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ.
രണ്ട് കൈയും ഉയർത്തിയിട്ട് നീ അള്ളാഹുവിനോട് യാചിക്കുകയാണ്. പടച്ചവനെ ഒരുപാട് പാപം ചെയ്തു തമ്പുരാന്. അള്ളാഹുവേ പടച്ചവനെ നിന്നെക്കാളും പൊറുക്കുന്ന ഒരാൾ ഈ ലോകത്തില്ല, നിന്നെക്കാളും കരുണയുള്ള ഒരാൾ ഈ ലോകത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ശൈത്താൻ എന്നെ ചതിച്ചതാണ്, ഈ ദുനിയാവെന്നെ പിഴപ്പിച്ചതാണ്. അല്ലാഹുവേ എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം തമ്പുരാന്. പിന്നെയും ഞാൻ പാപം ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല, വിട്ടുപോയതാണ് നാഥാ. എന്റെ പാപം പുറത്തു തരണേ അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചാൽ എന്തു പാപവും അല്ലാഹു പുറത്തു തരും ചെറുപ്പക്കാരാ. അല്ലാഹു ശിർക്ക് ചെയ്തവർക്ക് പോലും ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ അതാ എന്തിനാ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഈ പാപങ്ങളും ചുമന്നിട്ട് എന്തിനാ നടക്കുന്നത്? അല്ലാഹുവേ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. പടച്ചവനെ കേട്ട ചരിത്രമാണെങ്കിലും ഈ സമയത്ത് ഒരുപാട് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ചരിത്രമാണ്. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു ചരിത്രം പറഞ്ഞു തരികയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ ഉമർ തങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തിനാ ഉമറേ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ആരും ഉപദ്രവിച്ചില്ല നബിയേ, എന്നെ ആരും വേദനിപ്പിച്ചില്ല നബിയേ. പിന്നെ ഞാൻ കരയുന്നത് എന്തിനെന്നറിയുമോ? ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. കാരണം പറയുന്നത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളാ പറയണത്, ഞാനൊരു ചെറുപ്പക്കാരൻ കരയുന്നത് കണ്ടിട്ട് കരയ. ആരാ? ഉമർ കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. എന്റെ സഹോദര, ഉമർ റളിയല്ലാഹു ഉമർ തങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കത്തില്ല, പേടിയായിരുന്നു. ഉമർ തങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും വരൂല. ഉമർ തങ്ങളുടെ ധൈര്യം എന്തെന്നറിയോ? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ രണ്ട് മലക്കുകൾ ഖബറിൽ ചോദ്യം ചോദിക്കാൻ വരും. ആ മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക, ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഈ പ്രവാചകൻ ഇത് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, നബിയെ എന്നോടങ്ങാണം മൻ റബ്ബുക എന്ന് ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകൾ ചോദിച്ചാൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ റബ്ബ് തന്നെയാ എന്റെ റബ്ബെന്ന് ഞാൻ പറയുന്നു. ഖബറിന്റെ അകത്ത് വരുന്ന മലക്കിനോട് തിരിച്ചു പറയൂത്ര, നിങ്ങളുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് തന്നെയാ എന്റെ റബ്ബെന്ന്. അത്രയ്ക്കും ധൈര്യശാലിയാ. ആ ഉമർ തങ്ങളാണ് പ്രവാചകന്റെ മുന്നിൽ നിന്ന് കരയുന്നത്. കാരണം ഒരു ചെറുപ്പക്കാരൻ കരയുന്ന കണ്ടിട്ട് കരയാ. റസൂലുള്ളാഹിക്ക് അത്ഭുതമായി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ ഇങ്ങ് വിളിച്ചിട്ട് വരാൻ, ഇങ്ങ് വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? എന്തിനാ മോനെ നീ കരയണേ? ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് പറയുന്നു, നബിയേ, എന്റെ ജോലി എന്തെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാല് മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കരിച്ചിട്ട് 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് കബറിന്റെ അകത്ത് മണ്ണിട്ട് മൂടി എല്ലാവരും പോകുമ്പോ അവസാനം ആ കബറിന്റെ ചാരത്ത് നിന്ന് പോകുന്നത് ഞാനാണ്. എന്തിനാണ്? ഒരടയാളം വെക്കുകയാണ്.
ഖബറിന്റെ മുകളിൽ അടയാളം വെച്ചിട്ടാണ് പോകുന്നത്. എന്തിനാ ഖബർ തിരിച്ചറിയാറ്? എന്നിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോയി. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ മണ്ണ് കുഴിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച ഖബറിന്റെ ചാരത്തു പാതിരാത്രി കടന്നു പോവുകയാണ്. എന്നിട്ട് പടച്ചവനെ മണ്ണു മാറ്റി പലക മാറ്റി ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ആ പുതിയ വസ്ത്രം അങ്ങടിച്ചെടുക്കുകയാണ്. അവിടത്തെ കഫൻ തുണി മൂട്ടിക്കുകയാണ്. എന്നിട്ട് മുകളിൽ കയറി പഴയതുപോലെ എല്ലാം വാരിയിട്ടിട്ട് നാട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുകി ശുദ്ധമാക്കിയിട്ട് പട്ടണത്തിൽ കൊണ്ടു വിൽക്കുന്ന ജോലിയാണ് നബിയെ. ഞാനൊരു കള്ളനാട്, മയ്യത്തിന്റെ കഫൻ തുണി മൂട്ടിക്കുന്നവനാണ്. എന്റെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾ മുഴുവനും നഗ്നരാണ്. റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, നീ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ. ചെറുപ്പക്കാരൻ പിന്നെയും നിന്ന് കരയുകയാണ്. ഇല്ല നബിയേ, എന്നെ പോലും ഒരു പാവി ദുനിയാവിലില്ല, എന്നെ പോലെ പാപം ചെയ്ത ഒരാളുമില്ല. എനിക്ക് അല്ലാഹു പുറത്തു തരൂല. കാരണം ഞാൻ അപരാധം ചെയ്തവനാണ്, ദ്രോഹം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത്രയ്ക്കും വലിയ എന്തു പാപമാ നീ ചെയ്തത് യാ റസൂലല്ലാഹ്? 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിൽ ഒരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഒരു പെണ്ണു മരിച്ചു. അവരുടെ മയ്യത്തും ഇതുപോലെ കൊണ്ടുപോയി ഖബറടക്കി അടയാളം വെച്ച് വീട്ടിലേക്ക് വന്നു. രാത്രി കടന്നു പോയിട്ട് ആ പെണ്ണിന്റെ ഖബറ് മാന്തിയിട്ട് അതിനകത്തിറങ്ങിയിട്ട് പെണ്ണിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ അടിച്ചെടുത്തു, ഖബറിൽ മണ്ണ് വാരിയിട്ടു. എന്നിട്ട് ഞാനിങ്ങനെ പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരു തുണ്ടു വസ്ത്രം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന സുന്ദരി എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ, എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. ഖബറിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. പള്ളിപ്പറമ്പിലൂടെ ഓടിപ്പോയി രണ്ടാമതും ആ പെണ്ണിന്റെ ഖബറിന്റെ അകത്ത് നിന്നും മണ്ണുകൾ എടുത്തു മാറ്റി പലകയെടുത്തു മാറ്റി ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് അതിനകത്തും മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ജനാസ ആ ഖബറിന്റെ അകത്തിട്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഉമർ തങ്ങള് ബോധം കെട്ട് വീടു, റസൂലുള്ളാഹി തങ്ങള് തളർന്നു വീടു, കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തൊരു പാപപാടാ! മരിച്ചുപോയ പെണ്ണിനെ കബറടക്കി രാത്രി പോയിട്ട് ആ കബറ് മാന്തിയിട്ട് അതിനകത്ത് കിടന്ന് മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരനാ. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഹലി മിനത് തൗബാ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ? മുത്തുനബി പറഞ്ഞു, നിനക്ക് അല്ലാഹു പുറത്തു തരും ചെറുപ്പക്കാരാ. രാത്രി എഴുന്നേറ്റ് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറമോരെ, നിനക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ അതുപോലെ പാപം ചെയ്ത ആരാവുള്ളത്? മയ്യത്തിനെ വ്യഭിചരിച്ചവരുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുത്തു. പിന്നെയാണോ നിനക്കല്ല പുറത്തു തരാത്തത്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശഅബാനിന്റെ രാത്രിയാണ്. പടച്ചവരെ, നിനക്കൊന്ന് കരയാൻ കഴിയുമോ? നിനക്കൊന്ന് തൗബ ചെയ്യാൻ കഴിയുമോ? ചെയ്തു പോയ പാപങ്ങളെ ഏറ്റു പറയാൻ കഴിയുമോ? അല്ലാഹ് തൗബ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നന്നാകാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേ റബ്ബേ. മരിച്ചുപോയ പെണ്ണിന്റെ മയ്യത്തിനെ രാത്രി പോയി മണ്ണു മാന്തി ഖബറിന്റെ അകത്തിറങ്ങി എന്നിട്ട് അതിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും വലിയ ദ്രോഹം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? 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 ഇതേ പറയാ ഒരു മടി ഉണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ ചെയ്ത എന്ത്? ചെറിയ ചെറിയ പാവങ്ങൾ അത് അല്ലാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി.
അത് അള്ളാഹിനോട് പറഞ്ഞാൽ മതി, ഇനി ഞാൻ ചെയ്യൂല പടച്ചോനെ, ഇനി ഞാൻ ചെയ്യത്തില്ല, പെട്ടുപോയതാ, സത്യം ഇനി ചെയ്യൂല. അള്ളാഹിന്റെ അടുക്കൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത അള്ളാഹു നിനക്ക് പുറത്തു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് തൗബ ചെയ്യോ, ഇന്ന് തൗബ ചെയ്യോ. നീ നേരം വെളുപ്പിക്കൂല, നേരം വെളുത്തിട്ട് ചെയ്യാന്നല്ല, ഇന്ന് തൗബ ചെയ്യുവോ ഇല്ലേ? ചെയ്യുവോ ഇല്ലേ? ചെയ്യാന്ന് നീയത്ത് ചെയ്യുന്നവര് കൈപൊക്ക. ഉസ്താദെ ചെയ്തു പോയ പാപം മുഴുവൻ ഇന്നിവിടെ വെച്ച് കൈപൊക്കാത്തവനുള്ള പ്രതിഫലം ഞാൻ പറയും. അപ്പൊ നീ കാല് വരെ പൊക്കും. വേണമെങ്കിൽ ഇപ്പം പൊക്കിക്കോ, രണ്ടാമതൊന്നും പഴയതുപോലെ ഒന്നും ഇല്ല, ഒറ്റ പൊക്കലേ ഉള്ളൂ. ഇതാ അങ്ങനെ ഇപ്പൊ മറ്റേ കുത്തലാണല്ലോ, വോട്ടിടുന്ന അങ്ങോട്ട് കൊണ്ട് കുത്തിയ ആർക്ക് കുത്തിയാലും നമുക്ക് തന്നെ, ആർക്ക് കുത്തിയാലും അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇന്ന് ചെയ്ത പാപം മുഴുവൻ ഇവിടെ വെച്ച് കഴുകി കളയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, എന്നെ തല്ലണ്ട ചങ്ങാതി, ഞാൻ നന്നാവൂല, ഓനെ നന്നാക്കാൻ ഇനി അള്ളാഹ് എന്നെ തീരുമാനിക്കണം. അള്ളാഹ് നിന്നെ നന്നാക്കുമെന്ന് നീ കരുതണ്ട, നിനക്ക് നന്നാകണമെന്ന് തോന്നിയാലേ അള്ളാഹു നിന്നെ നന്നാക്കത്തുള്ളൂ. അങ്ങനെ ഒരാൾക്ക് നന്നാകണമെന്ന് സ്വന്തമായിട്ട് തോന്നണം, എങ്കിലേ അള്ളാഹു നന്നാക്കത്തുള്ളൂ. ഇല്ല, അങ്ങനെ നടന്ന അങ്ങനെ തന്നെ നടക്കേണ്ടി വരും. പറയണ വഴിയെ പോയില്ലെങ്കിൽ പിന്നെ ഏത് വഴിയെ അടിക്കണം, പോണ വഴി അടിക്കണമെന്ന് പൊക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് അള്ളാഹ് തരുന്ന പ്രതിഫലം കേൾക്കണം. നീ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം. ഈ ഫാൻ എന്തേപ്പ ഒന്ന് ഓഫാക്കപ്പ, ഇതെന്താ 3 എണ്ണം കൂടെ ഒരുമിച്ചാപ്പ. അനിയ കൊടുങ്കാറ്റടിക്കൊണ്ടിരിക്കുക ഇപ്പൊ പല സ്ഥലത്ത് ഓഫാക്കിയാരെ. എവിടെ അപ്പൊ കൊടുങ്കാറ്റടിക്കുന്ന? ഒഡീഷ. എപ്പോ വേണമെങ്കിലും അത് ആലപ്പുഴയ്ക്ക് ഇങ്ങോട്ടും വരാം, കായംകുളത്തും വരാം, അടച്ചേരാ. അല്ലാഹ് അത് ഓഫാക്കിയപ്പോ തന്നെ ഏകദേശം സൗണ്ടില്ലേ. ശരി, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ അവന്റെ അദാബുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ കൊടുങ്കാറ്റൊക്കെ അടിക്കാതിരിക്കും? ഈ ടിക്ടോക്കൊക്കെ നിർത്തണം, നിരോധിച്ചാൽ വീണ്ടും. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മാമാരുടെ ഒക്കെ ടിക്ടോക്കാ കാണുന്നത് കേട്ടാ. ചെറുപ്പക്കാരുടെ ടിക്ടോക്കൊക്കെ മാറി ഉമ്മാമ്മമാരെ വരെ നിർത്തിയിട്ടാ ഇപ്പൊ ടിക്ടോക്ക്. ആ മാക്സി അങ്ങോട്ട് പൊക്കിയിട്ടൊരു ഉടുത്തരുണ്ട്. അല്ലാഹു അലം, നിന്റെയൊക്കെ ഉടുക്കത്തെ ടിക്ടോക്ക് പള്ളിക്കാട്ടി കൊണ്ടുവെക്കുമ്പോ തീരും. എന്നിട്ട് നോക്കാം ഉമ്മ എത്ര പേര് ഷെയർ ചെയ്തു, എത്ര പേര് ലൈക്ക് ചെയ്തു. ഇതാ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ ലൈക്കൊക്കെ കാണണം കേട്ടാ. അസ്രായീൽ അലൈഹിസ്സലാം മുമ്പിൽ വരുമ്പോ നീ നോക്കണം എത്ര ലൈക്ക് ഉണ്ടെന്ന്. ഉടനെ ഉമ്മ വിളിക്കും, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. മലക്കുകൾ പറയും, ആമിനാത്ത വിളി, ലൈക്ക് ചെയ്തവരെയും ഷെയർ ചെയ്തവരെയും കമന്റ് ചെയ്തവരെയും പ്രോത്സാഹനം നിന്നെ കൊണ്ടുപോകാൻ പോവാ, വിളിച്ചോ, ചാവിട്ടി വലിച്ചു കീറും മലക്കുകൾ. അപ്പൊ നീ വിളിക്കണം എല്ലാത്തിനെയും കേട്ടാ. അല്ലാഹു എല്ലാവർക്കും ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തൗബ ചെയ്യാൻ തീരുമാനിച്ച നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. മോനെ, ഇന്ന് നീ ഇവിടെ ഇരുന്ന് കരഞ്ഞു, ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരുന്ന് കരഞ്ഞാലേ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മലക്കുകൾ അള്ളാഹിനോട് പറയുകയാ, പടച്ചോനെ അവനെ നീ പുറത്തു കൊടുക്ക തമ്പുരാനെ. ആരാ? കള്ളുപിടിയന്മാരും പെണ്ണുപിടിയന്മാരൊന്നും അല്ല. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്കുകൾ അള്ളാഹിനോട് പറയാ, ആ പാവപ്പെട്ടവന് പുറത്തു കൊടുക്ക തമ്പുരാനെ, ആ പെണ്ണിന് നീ പുറത്തു കൊടുക്ക തമ്പുരാനെ. മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്ന്, ആര് ദുആ ചെയ്യും നമുക്ക് വേണ്ടി? മലക്കുകൾ ദുആ ചെയ്യും. 2, അവർ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ ആ പാവപ്പെട്ടവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അള്ളാഹൻ ചെയ്ത പാപം നിന്റെ അടുക്കൽ ഏറ്റുപറഞ്ഞു, പടച്ചവൻ അതിനു പകരം നീ സ്വർഗം കൊടുക്ക്. അള്ളാഹുവിനോട് മലക്കുകൾ പറയുകയാണ്. ഈ സദസ്സിൽ നിന്ന് കൊണ്ട് തൗബ ചെയ്യുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്തിരിക്കുന്ന മലക്കുകൾ പറയുകയാണ്, പടച്ചറബ്ബേ ആ സിറാജിന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്നിട്ട് മലക്കുകളെ പറയുകയാണ്, ആ സിറാജിന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്, ആ സിറാജിന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. എന്നിട്ട് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, ഞാനല്ല
പറയുന്നത് അല്ലാഹുവാണ്. വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു പറയുകയാ, വമൻ സ്വലഹ മിൻ ആബാഇഹിം. ഞാൻ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുകയാണെങ്കിൽ മലക്കുകൾ അല്ലാഹുവോട് പറയുന്നു, നാഥാ, ആ സിറാജിന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട് തമ്പുരാന്. രക്തം വിയർപ്പാക്കി അധ്വാനിച്ചവനെ പോറ്റി വളർത്തിയ ഒരു വാപ്പയവനുണ്ട് തമ്പുരാന്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഒരു ഉമ്മ സിറാജിനുണ്ട് തമ്പുരാനെ. അവൻ തൗബ ചെയ്തത് കാരണം അവന്റെ വാപ്പാനും ഉമ്മാനും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗമാ, എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗമാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗമാണ്. എന്നിട്ടും മലക്കുകൾ പറയുന്നു, നാഥാ, സിറാജിനൊരു ഭാര്യയുണ്ട് അല്ലാ. അവന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും അവന്റെ കൂടെ നിൽക്കുന്ന, അവന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന, അവന്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തി കൊടുക്കുന്ന ഒരു ഭാര്യ അവനുണ്ട് തമ്പുരാനെ. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം. നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വർഗ്ഗം കിട്ടാറ്. എന്നിട്ടോ മലക്കുകൾ പറയുന്നു, അല്ലാ, ഇവരുടെ രക്തത്തിൽ പിറന്ന മക്കൾക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, നിങ്ങൾ ആരെങ്കിലും ഇന്ന് തൗബ ചെയ്താൽ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ പാപം പുറത്തു കൊടുക്കണം, ഇവന് നീ സ്വർഗ്ഗം കൊടുക്കണം, ഇവന് മാത്രമല്ല ഇവന്റെ ഉമ്മയ്ക്കും കൊടുക്കണം, ഇവന്റെ വാപ്പയ്ക്കും കൊടുക്കണം, ഇവന്റെ ഭാര്യയ്ക്കും കൊടുക്കണം, ഇവന്റെ മക്കൾക്കും സ്വർഗ്ഗം കൊടുക്കണേ എന്ന് മലക്ക് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് കേട്ടോ, ഇന്ന് തൗബ ചെയ്തു പോകുന്ന വഴിയിൽ അങ്ങ് മരിച്ചു. ഇന്നിവിടെ നിന്ന് തൗബ ചെയ്തിട്ട് നീ പോകുന്ന വഴിയും മരിച്ചു. എല്ലാരും കൂടെ എളുപ്പിച്ച് കുളിപ്പിച്ച് നാളെ പള്ളിക്കുഴി കൊണ്ടുവരും. നാളെ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളിക്കാട്ടിൽ നാളെ പെരുന്നാളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ആരെന്നറിയോ? നിന്റെ മഹത്വം മനസ്സിലാക്കിക്കോ. നാളെ നിന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ആ പള്ളിപ്പറമ്പിലെ കബറാളികൾക്ക് മുഴുവനും നാളെ പെരുന്നാളാ. എന്തെന്നറിയോ? മനുഷ്യ, തൗബ ചെയ്ത ഒരു മനുഷ്യൻ നിസ്കരിച്ചവന്റെയോ ഖുർആൻ ഓതിയവന്റെയോ ഹജ്ജ് ചെയ്തവന്റെയോ നോമ്പ് പിടിച്ചവന്റെയോ സ്വലാത്ത് പറഞ്ഞവന്റെയോ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല. ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു, അത് അല്ലാഹുവോട് സമ്മതിച്ചു ഏറ്റുപറഞ്ഞു. അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്തു, ഇനി ഞാൻ ചെയ്യില്ല എന്ന് തൗബ ചെയ്ത നിന്റെ മയ്യത്ത് പള്ളിപ്പറമ്പി കൊണ്ടുപോയി കബറടക്കിയ മോനെ, നിന്റെ അടുത്ത് കിടക്കുന്ന മറ്റുള്ള കബറാളികൾക്ക് പോലും നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും വലിയ മഹാന നമ്മള്. ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞതിന്റെ പേരിൽ അടുത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കും. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എനിക്കറിയില്ല. ചെയ്യുന്നവനുള്ള പ്രതിഫലമല്ല പറഞ്ഞത്, അടുത്ത് കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെങ്കിൽ പിന്നെ ബാക്കിയുള്ള പ്രതിഫലം പറയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗബ ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഈ മാസം ശഅബാൻ മാസം, ഇത് പാപം പൊറുക്കുന്ന മാസം. ഇനി 2 ദിവസം കൂടെയുണ്ട്. വേണമെങ്കിൽ കഴുകിക്കളഞ്ഞു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹവ്വനല്ലാഹു അലൈഹി സകറാത്തുൽ മൗത്ത്. അല്ലാഹു നിന്റെ മരണം എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ പ്രതിഫലം എന്താ? മരണം അങ്ങോട്ട് അല്ലാഹു എളുപ്പമാക്കി തരും. അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണവേദന അല്ലാഹു കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണസമയം നീ നന്നാക്കി തരണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണവേദന അത് വല്ലാത്ത വേദനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വല്ലാത്ത രംഗം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ അടുത്ത് ന്യൂസിലാൻഡ് പള്ളിയിൽ ഒരുത്തൻ കയറിയിട്ട് 49 പേരെ എങ്ങാണ്ട് വെടിവെച്ച് കൊന്നു. ഇല്ലേപ്പാ? പത്രത്തിലൊക്കെ വായിച്ചു.
ജുമാക്ക് പള്ളി കയറിയിട്ട് 49 പേര് വെടിവെച്ച് കൊന്നു. അസർ നമസ്കാരത്തിന് പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, 49 പേരെ വളരെ ക്രൂരമായ രീതിയിൽ വെടിവെച്ച് കൊന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പറയാ, ഓൻ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ചിന്തിക്കേണ്ടത് അവിടെയാ. അങ്ങനെ ശരി പഴയ പള്ളി നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അസർ നമസ്കാരത്തിന് പള്ളി വന്നിട്ടെങ്കിൽ പറഞ്ഞ 49 പേരെ വളരെ ക്രൂരമായി വെടിവെച്ചു കൊന്നു. വലിയ കാര്യത്തിൽ പറയുമ്പോൾ ഒരാൾ പറഞ്ഞതാ, ഓൻ ഇങ്ങോട്ടെങ്ങും വരാൻ തോന്നിയില്ലല്ലോ. കാരണം എന്ത്? ഇവിടെ കാണാൻ വന്ന് വെടിവെച്ച് വന്ന് നമുക്ക് സ്വർഗം കിട്ടും. അതാ ഷഹീദിന്റെ കൂലി. അള്ളാഹു ഈ ബന്ധനുമാറാകട്ടെ. അതാ മനുഷ്യ എന്തായാലും ഒരു ദിവസം മരിക്കും. അത് നേരെ ചുവ നല്ലതുപോലെ ഉള്ള നേരത്തെ പോയാൽ അത്രയും നല്ലത്. ഉള്ള നേരത്തെ ഇപ്പൊ എനിക്ക് 2 ദിവസം മുമ്പ് 33 വയസ്സായത്. സ്വർഗത്തിലെ വയസ്സാ. അള്ളാഹു സ്വർഗവാസികളെ പെടുത്തുമാറാകട്ടെ. ഞാൻ ഇപ്പം മരിച്ച 10-15 കൊല്ലം ചെയ്തത് പറഞ്ഞാൽ പോരെ? പ്രായപൂർത്തിയായത് മുതൽ ഇങ്ങോട്ട് ചെയ്ത കണക്ക് പറഞ്ഞാൽ മതി. എന്താ ഇപ്പൊ ഇദ്ദേഹമാണെങ്കിലും എത്ര വയസ്സുണ്ട്? 50. എന്നെക്കാളും കൂടുതലാ. 10-18 കൊല്ലം ഇല്ലേ? നിങ്ങൾ ആലോചിക്കുക. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര, ഈ പരിശുദ്ധമായ മാസത്തിനെ ബഹുമാനിച്ച് മോനെ 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യമാ. 70 മുതൽ 70,000 വരെ അള്ളാഹുവിന്റെ മലക്കുകൾ അസ്രായീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരും. കാണും നമ്മളൊക്കെ. മലക്കുണ്ടോ? ഇല്ലേ? മലക്കിനെ കാണാത്ത നമ്മളൊക്കെ അന്ന് കാണും. എല്ലാവരും നമ്മുടെ കണ്ണുകൊണ്ട് ഫകസഫിനാ അൻക ഇതാഅക ഫബസറുക അൽയൗമ ഹദീദ്. കാണുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. അല്ലാഹുവാണ് പറഞ്ഞത് കാണുമെന്ന്. 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി പടച്ചവനെ മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോ താഴെ വീഴുകയാണ്. ഓടാൻ വയ്യ, വിളിച്ചു കൂവാൻ വയ്യ, കൈകാലുകൾ അനങ്ങുന്നില്ല. അല്ലാഹുവേ, അവിടുന്ന് കാലിന്റെ തള്ളവരിൽ നിന്ന് പിടിക്കാൻ തുടങ്ങി. മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തിന്റെ ഭാഗം വരെ ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവെക്കുമ്പോ 70,000 എന്റെയും നിങ്ങളുടെയും കയ്യും കാലും പിടിച്ചു വെച്ചു കൊടുക്കും. ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പറയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കൊതിയുണ്ടോ ഉസ്താദേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് പ്രസവിക്കാൻ കിടന്നപ്പോ വിളിച്ചു കൂവിയ ഉമ്മ, അതൊന്നും ഒരു വേദനയല്ല, അതൊന്നും ഒരു വേദനയല്ല. അതിനെക്കാളും 100 കണക്കിന് മടങ്ങ് വേദനയുള്ള ഒരു വേദന വരാനുണ്ട്. ആ വേദന ഏതെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അത് മരണത്തിന്റെ വേദനയാ. മുത്തുനബി പോലും വിളിച്ചു പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. മുത്തുനബി പോലും പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പലരും പറയാറുണ്ട്, ഉസ്താദേ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാണ്, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 27-ാം രാവിലാണ്. അതുകൊണ്ട് നടക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഉപ്പ മരണപ്പെട്ടത് ഇന്നലെയാ മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. 7 കൊല്ലമായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും പറയും, ചിലര് പറയും, ഉസ്താദെ എൻ്റെ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദെ. എന്നോട് സലാം പറഞ്ഞ് സംസം വെള്ളവും കുടിച്ച് ചിരിച്ചിട്ടാ മരിച്ച്. എന്തോ പറയണേട്ടാ, വിചാരിക്കും ഇയാൾക്ക് സ്വർഗം കിട്ടുമെന്ന്. പാപ്പ വെള്ളിയാഴ്ച മരിച്ച മക്കൾക്ക് സ്വർഗം കിട്ടുമോ? നിങ്ങൾ പറ, കിട്ടുമോ? നിന്റെ ബാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല. ആർക്ക് സ്വർഗം കിട്ടും? പാപ്പായ്ക്ക് കിട്ടും. നീ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. എന്റെ സഹോദര, നീ മരിക്കണം വെള്ളിയാഴ്ച. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ, അള്ളാഹു വാഗ്ദരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം അത് ഏത് സമയത്ത് എവിടെ വന്നിച്ച് വന്നാലും ഒരു ഭയമോ പേടിയോ ഒന്നും വേണ്ട. വിളിച്ചു പോവാനോ കരയാനോ ഒന്നും പാടില്ല. വരുമ്പോ കൂടെ അങ്ങ് പോകണം. അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ. പോവോ?
എവിടെ വെച്ചാണെങ്കിലും നമുക്ക് കഥ. പണ്ടൊരു മനുഷ്യൻ ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു എന്നോട്, നിങ്ങൾക്ക് വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ അത് സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ. ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40 കൊല്ലമായി അസ്രായീൽ എന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരാഗ്രഹമില്ല, പിടിച്ചോളാം. എത്ര കൊല്ലം? അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് അങ്ങനെ പഴഞ്ചൊല്ലില്ല? എന്താപ്പാ പറ. അടികൊള്ളുന്ന ചെണ്ട, പണം വാങ്ങുന്നത്. തൊണ്ട പൊട്ടി പറയുന്നവന് പച്ചവെള്ളം, കേൾക്കാവുന്നവർക്ക് ചുക്കാഫി. ശരി, അള്ളാഹു സ്വർഗത്തിലെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യൻ പറഞ്ഞത്, 40 കൊല്ലം കൊണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കാം ഇസ്രായേൽ, എനിക്ക് ഒരാഗ്രഹമില്ല, പിടിച്ചോളാനാ പറഞ്ഞത്. അതാ മരണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരണം കിട്ടും മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയണം സഹോദര. എൻ്റെ പ്രിയമുള്ളവരെ, ബഹുമാനായ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഷംസുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ അവിടുത്തെ മക്കാമിൽ വഅദിന് പോയപ്പോൾ ഒരു ഉസ്താദിനെ പരിചയപ്പെട്ടു. അവിടുന്ന് പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറയുക, ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറയുക, മരിക്കുന്നതിൻ്റെ അന്ന് രാത്രി 2 മണിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുക, ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു. ഞാൻ സംഘടന പറയാന്ന് തോന്നരുത്. രാത്രി 2 മണിക്ക് ഡോക്ടർമാർ വന്ന് പരിശോധന നടത്തിയിട്ട് ഇറങ്ങി പോകുമ്പോൾ ശൈഖുന ഇരുന്ന് ചിരിക്കുകയാണ്. ശംസുൽ ഉലമ ഇരുന്ന് ചിരിച്ചു. അപ്പോൾ ഈ കൂടെ നിന്ന ഉസ്താദ് ചോദിച്ച്, എന്തിനാ ചിരിക്കണേ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രാവിലെ പോകുന്ന എന്നെ ഇവന്മാര് പരിശോധിച്ചിട്ട് എന്ത് മനസ്സിലായി? രാവിലെ പോകാനിരിക്കുന്ന എന്നെ പരിശോധിച്ചിട്ട് ഇവർക്ക് ഇപ്പൊ എന്താ മനസ്സിലായത്? കറക്റ്റ് സുബഹിക്ക് ബാങ്ക് വിളിച്ചു. ബാങ്കിന്റെ ജവാബ് പറഞ്ഞു അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയി. അല്ലാഹു ഈ മന്ത്രിമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുൻകൂട്ടി അത്തിപ്പറ്റ ഉസ്താദ് അറിയല്ലോ, അല്ലാഹുവേ, മരിക്കുന്നതിന്റെ അന്ന് രാവിലെ തന്റെ സ്ഥാപനത്തിന്റെ അവസാനത്തെ വാടകയും കൊടുത്ത് കടവും തീർത്തിട്ടാ പോയെ. അവസാനത്തെ കടവും കൊടുത്തിട്ടാ. എന്തിന്? ഇവിടെ എന്റെ പ്രിയപ്പെട്ടവർ, എറണാകുളത്ത് നമുക്കറിയാം വടുതല പടച്ചോന മുസാദ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ, തന്റെ ശിഷ്യന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി 10 മണിക്ക് യോഗം, കുടുംബയോഗം. തന്റെ ശിഷ്യന്മാര് ഭാര്യയും മക്കളുമായിട്ട് എല്ലാവരും അബറാറിൽ വന്നു. ഉസ്താദ് 9 മണിക്ക് പോയി. അല്ലാഹു ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെയാ മരണം. മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകാം, അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നിട്ട് പോകാം. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഒരു പേടിയും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള ഈ 2 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം, ഈ ദിവസത്തിനെ അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവൻ അള്ളാന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു നന്നാക്, തൗബ ചെയ്യ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ റമളാൻ വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്, റമളാൻ വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്, അതിന് മുമ്പ് ഒരുങ്ങണം. ആ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുങ്ങണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പെടുന്നു പറയുകയാണ്, ഹവ്വനല്ലാഹു അലൈഹി സകറാത്തുൽ മൗത്ത്. ഈ മാസത്തിനെ ബഹുമാനിച്ചാൽ, ഈ മാസത്തിനെ ആദരിച്ചാൽ അല്ലാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ നിർത്താറായ 11 മണിയായ? ചുമ്മാ അല്ല, നിർത്താറായ? നിങ്ങൾ പറ, നിർത്തണോ? ഇല്ല, ഇത്തിരി കൂടെ പറയട്ടെ. അല്ലാഹു നമുക്കൊക്കെ, അല്ലാഹു നമ്മളെ ദാരിദ്ര്യത്തിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ദാരിദ്ര്യത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല. ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട, ഒരു പണക്കാരന്റെ വീട്ടിലും പിരിവിന് പോകണ്ട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? പറ, എന്ത് ചെയ്താൽ മതി? 4 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കൂ. പൈസ ചെലവില്ല, പേടിക്കണ്ട. പൈസയുടെ ചെലവൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കൂ. വേണ്ടേ? ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ പേടിക്കണം? ഒരിക്കലും. എങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്.
എനിക്ക് യാതൊരു ടെൻഷനുമില്ല, യാതൊരു ടെൻഷനുമില്ല. അള്ളാഹ് എന്നോട് പറഞ്ഞെന്തെന്നറിയോ? സിറാജ്, ഒരേ ഒരു കാര്യം നീ ചെയ്ത നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് എന്താ പറഞ്ഞ? ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്ത മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം തരും? പറ, ആര് തരും? നീ ജോലിക്ക് പോണ്ട. എന്താ പറഞ്ഞ? അള്ളാഹ് പറഞ്ഞ അള്ളാഹ് എന്താ പറഞ്ഞേ? എടാ, ഞാനാടാ റിസ്ക് തരുന്നവൻ, നീ പോണ്ടടാ. ഭക്ഷണം തേടിയിട്ട് നീ നടക്കണ്ട, നിനക്ക് ഭക്ഷണം തരുന്നത് ഞാനാ. മരിക്കുന്ന കാലം വരെ അള്ളാഹു തരുമെന്ന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? പറ, എന്ത് ചെയ്താ മതി? ഒരേ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വയ്യ. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ആവശ്യം? 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താ മരിക്കുന്ന കാലം വരെ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് വേണോ? അതെങ്കിലും വേണം. വേണം. 1, നേരെ ഇരിക്കും. നേരെ ഇരുന്ന് നാളെ മുതൽ കബറിൽ പോയി റെസ്റ്റ് എടുക്കാം. ഖിയാമത്ത് നാൾ വരെ കൊണ്ട് കടത്തി അവിടെ കടന്നോണം. എഴുന്നേറ്റ് ഓടാൻ വല്ലതും പറ്റുമോ? അത്തായി കൊണ്ട് ഉപ്പായി കൊണ്ട് കിടക്കിട്ട് എത്ര കൊല്ലമായി അവിടെ തന്നെ കിടക്ക. എൻ്റെ വാപ്പ 7 കൊല്ലം കൊണ്ട് കിടക്കുന്നു. ഇനി എത്ര കാലം കിടക്കേണ്ടി വരും? അള്ളാണ്. ഇനിയിപ്പോൾ ഈസാ നബി വന്ന് 40 കൊല്ലമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ കിടക്ക. അവിടെ പോയി റെസ്റ്റ് എടുക്കുക. ഇന്ന് നേരെ ഇരിക്കും. അതാ നിങ്ങളുടെ വാപ്പായ പോയില്ലേപ്പാ? ഇല്ലേ, വാപ്പയല്ലേ പോയ? അദ്ദേഹത്തിന്റെ കബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. ബിസ്ക്കറ്റ് ചട്ടങ്കായ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് 1 പറഞ്ഞുതരട്ടെ മനുഷ്യ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേക്കണം? എപ്പോ? നിങ്ങൾ പറ, കേൾക്കാനുള്ള കൊതി കൊണ്ട്. എപ്പോ എഴുന്നേക്കണം? മഗ്രിബിനോട്. അതാ നീ സുബഹിക്ക് എപ്പോ എഴുന്നേക്കണം? സുബഹിക്ക്. 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ, പിന്നല്ലേ ഇപ്പൊ സുബഹിക്ക് മുമ്പ് എഴുന്നേക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ എഴുന്നേറ്റ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. 2 ഇങ്ങോട്ട് നോക്കി. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത് പറഞ്ഞു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കണം. 3 ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കാരപ്പായ്ക്കകത്ത് ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുമ്പോൾ എവിടെ ഉണ്ടാകണം? ഈ ഇരിക്കണ ആണുങ്ങൾ മുഴുവൻ ഇവിടുത്തെ പള്ളിയിലുണ്ടാകണം. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഇത് സുബഹിയിൽ വിളിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ബാങ്കിലുള്ളതാ. ഇത് കേൾക്കുന്ന നമ്മൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? അസ്സലാത്ത് ഖൈറും മിനൻ നൗം എന്ന് വിളിക്കുമ്പോ കേൾക്കാറുണ്ടോ? കഴിഞ്ഞ 27-ാം രാവിനെ കേട്ടതാ. പിന്നെ നബിദിന പരിപാടിക്ക് കുട്ടികൾ വിളിക്കുമ്പോഴാ കേട്ടിട്ടുള്ളേ. അങ്ങനെയാണല്ലോ ഇപ്പൊ മത്സരത്തിൽ അത് വിളിക്കണം. എന്റെ സഹോദര, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ നിസ്കാരപ്പായിലും ആണുങ്ങൾ പള്ളിക്കകത്തും ഉണ്ടോ, നിനക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹു നിന്നെ ഏറ്റെടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകും. സ്ഥിരമായി ബാങ്ക് വിളിക്കുമ്പോൾ ഈ പള്ളിക്കകത്ത് ആരെങ്കിലും ഉണ്ടാകുമെങ്കിൽ ആ വാപ്പാനോട് ചോദിക്കണം, GST ബാധിച്ചോ? വാപ്പ ചോദിക്കുക, എന്താ GST? നോട്ട് നിരോധനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ആ മനുഷ്യന് ഒരു പ്രശ്നവുമില്ല. അള്ളാഹു അദ്ദേഹത്തിന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. 4-ാമത്തെ കാര്യം, ഇശായി നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു. ഇശായി നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു. പിന്നെ ആവശ്യമില്ലാത്തത് പറയാനും കാണാനും കേൾക്കാനും നിൽക്കരുത്. പോയി കിടന്ന് ഉറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാ സിമ്പിളായിട്ടുള്ള കാര്യമില്ലേ? അതങ്ങനെയല്ലല്ലോ. പള്ളിയിൽ മഗ്രിബിന് വന്നു, യാസീൻ ഓതി, വാഖിയ ഓതി, ഹദ്ദാദ് ഓതി, ഇശായി നിസ്കരിച്ചു, വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത്തിരി നേരം ടിവിയുടെ ഫ്രണ്ടിലിരിക്കും. പിന്നെന്ത് കാര്യമുള്ള? എന്ത് കാര്യമുള്ള? സീരിയൽ കാണുന്ന പെണ്ണുങ്ങൾ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് വാട്സപ്പും യൂട്യൂബും IMOയും ഇതൊക്കെയല്ലേ. നേരത്തെ കാലത്തെ കിടന്നുറങ്ങ ചങ്ങാതി. നല്ല കാര്യങ്ങൾ, അതിന്റെ സദസ്സല്ല മോശമായ കാര്യങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ നമുക്കിനി ഒരു നന്മ കടന്നു വരികയാ. 2 ദിവസം കഴിഞ്ഞാൽ റമളാൻ വരികയാ. ഒരൊറ്റ നല്ല കാര്യം.
റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ അതാ പരിശുദ്ധ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ച റമളാനാണ് കടന്നു വരുന്നത്. 2 മാസം കരഞ്ഞു ദുആ ചെയ്ത റമളാനാണ്. കഴിഞ്ഞ 29 രാവിലെ നിറകണ്ണുകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് കരഞ്ഞതിനേക്കാൾ നെഞ്ചു പൊട്ടി പള്ളിക്കകത്തിരുന്ന് കരഞ്ഞിട്ട് യാത്രയാക്കിയ റമളാൻ ഒരിക്കൽ കൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അതിഥികളെ സ്വീകരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. സഹോദരാ, നിങ്ങൾ ആ റമളാനിനെ ഒന്ന് സ്വീകരിക്കണേ. ആ റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കണേ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നിന് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ വീടിന്റെ ബെഡ്റൂം റെഡിയാക്കുന്നു, ബാത്റൂം റെഡിയാക്കുന്നു, അതാ ഹാള് റെഡിയാക്കുന്നു, വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നു. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന റമളാൻ ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആരാ ഒരുങ്ങിയിരിക്കുന്നത്, ആരാ തയ്യാറെടുത്തിരിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ. റജബ് മാസം വരുമ്പോഴേ വീട് വൃത്തിയാക്കുകയാണ്. പുല്ലുകൾ, വീടിന്റെ വെളിയിൽ കിടക്കുന്ന പുല്ലുകളൊക്കെ പറിച്ചു മാറ്റി അതാ ചിലന്തി വലകളൊക്കെ അടിച്ചു കളഞ്ഞു. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കത്തിച്ചു കളയുകയാ. എന്തിനാ ഉമ്മ വീട് വൃത്തിയാക്കുന്നത്? മോനെ, റമളാൻ വരുന്നടാ. പക്ഷേ നിങ്ങളിലേ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ആരാട് പരിശുദ്ധമായ റമളാൻ എന്ന അതിഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വീടൊരുക്കിയിട്ടുള്ളതാരാട്? വീടിന്റെ പരിസരം വൃത്തിയാക്കിയിട്ടുള്ളതാരാട്? മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ടുള്ളതാരാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, 2 ദിവസം കഴിഞ്ഞ് റമളാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ റമളാനിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. 2 മുത്തുനബി പറയുകയാ, നിങ്ങളുടെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണേ. നിങ്ങൾ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തിലേക്ക് നോക്കണേ. എന്തിനാണെന്നറിയുവോ? നാളെ റമളാനാണോ? നിങ്ങൾ നിലാപിറ നോക്കണേ. പടച്ചവനെ, പിറ കാണുന്നുണ്ടോ തമ്പുരാന്? നാളെ നോമ്പാണോ തമ്പുരാന്? നീ വീടിന്റെ അകത്തിരുന്നിട്ട് ടിവിയിലൂടെയല്ല, മൊബൈലിന്റെ വാട്സപ്പിലൂടെയല്ല, പള്ളിയിൽ വിളിച്ച് പറഞ്ഞിട്ടല്ല നീ കേൾക്കേണ്ടത്. നീ നിന്റെ വീടിന്റെ വെളിയിൽ ഇറങ്ങണം. എന്നിട്ട് ആകാശത്ത് നോക്കണം, എവിടെയെങ്കിലും പിറ കാണുന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? അങ്ങനെ നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? 2 മാസം ദുആ ചെയ്ത് കാത്തിരുന്ന പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ നീ ഒന്ന് സന്തോഷിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വീടിന്റെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് അല്ലാഹുവേ, ഞാൻ കാത്തിരുന്ന റമളാൻ വന്നു. സന്തോഷത്തോടെ ആ റമളാനിനെ സ്വീകരിക്കുന്ന മനസ്സോട് നീ നോക്കിക്കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലന്നിറാ, അല്ലാഹു നരകത്തിനിട്ട് നിന്നെ കരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ ദിവസം സാധാരണ ദിവസമല്ല. റമദാനിന്റെ ഒന്നാമത്തെ രാവ് അത് സാധാരണ ദിവസമല്ല. ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന ദിവസമാണ്. അല്ലാഹുവേ, റമദാനിന്റെ അമ്പിളിപ്പിറ കണ്ടു കഴിയുമ്പോ അല്ലാഹുവിന്റെ ലൗഹും കലമും അർശും കുർശുമല്ല ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അവിടുന്ന് വിളിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ സമുദായത്തെ വിളിച്ചിട്ട് അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിയിരിക്കുകയാ, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങിയിരിക്കുകയാ. പടച്ചവനെ, റഹ്മത്തിന്റെ 10, പാപമോചനത്തിന്റെ 10, സ്വർഗപ്രവേശനത്തിന്റെ 10 ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ റമദാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അത് ഒരുപാട് പ്രവാചകന്മാർ ആഗ്രഹിച്ചതാണ്. അല്ലാഹു കൊടുക്കാത്ത ഒരു അനുഗ്രഹമാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്. സീനാ പർവതത്തിന്റെ മുകളിലേക്ക് അതാ മൂസാ നബി തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ കിടന്നു ചെല്ലുമ്പോ മൂസാ നബിയുടെ കയ്യിലേക്ക് തൗറാത്ത് എടുത്തു കൊടുത്തു. ആ കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹു തൗറാത്തിന്റെ മഹത്വമല്ല പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വമാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വമാണ്. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് ഖുർആനിന്റെ മഹത്വമാണ്. ഈ ഖുർആനിന്റെ മഹത്വം കേട്ടപ്പോ മൂസാ നബി അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ആ ഖുർആനിലെ ഒരു സൂറത്ത് എനിക്ക് തന്നാ മതി, ഈ കിതാബ് അങ്ങ് തിരിച്ചു തരാം. അതാ ഖുർആനിന്റെ മഹത്വം. അവിടെ നിന്ന് പറയാ, ഒരു സൂറത്ത് എനിക്ക് താ തമ്പുരാനെ, ഈ തൗറാത്ത് ഞാൻ അങ്ങ് തിരിച്ചു തരാം. അല്ലാഹു പറഞ്ഞു, ഇല്ല, അതില്ല. ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകന്റെ ഉമ്മത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന 2 പ്രകാശമാണ്. അത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. അത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന 2 പ്രകാശം, അത് വേറെ ആർക്കും കൊടുക്കൂല. ഒന്ന് നൂറുൽ ഖുർആൻ, അത് ഖുർആനിന്റെ പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ഖുർആൻ എന്ന് പറയുന്ന പ്രകാശം. 2 നൂറ് റമളാൻ എന്ന് പറയുന്ന പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കാത്ത ഭാഗ്യമായി എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനിന്റെ 1-ാമത്തെ രാത്രി, ഞായറാഴ്ച, 2 രാത്രികളാണ് നമ്മൾ പരിഗണിക്കാത്തത്. 1 റമളാനിന്റെ 1-ാമത്തെ രാവ്, 2 29-ാം രാവ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഈ 2 ദിവസമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഞായറാഴ്ച സംശയത്തിന്റെ ദിവസമാണ്, തിങ്കളാഴ്ച നോമ്പാണോ? അപ്പൊ എത്ര പേരാ ഞായറാഴ്ച ഈ നാളെ തറാവിയാണോ? ഇന്ന് തറാവിയുണ്ടോ? നാളെ റമളാൻ 1 ആരാ നോക്കുന്നത്? ചുമ്മാ ഇങ്ങനെ നടക്കുക. നാളെയാ നോമ്പ്. ഇത്ര തന്നെ. 27-ാം രാവ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു റമളാൻ തീർന്നു. 29-ാം രാവിന്റെ എവിടാ? പടച്ചവനെ തുണി വാങ്ങാൻ നടക്കുക, ഇറച്ചി വാങ്ങാൻ നടക്കുക, നാളെ പെരുന്നാൾ. സഹോദര, ഈ ദിവസത്തിന്റെ പ്രതിഫലം നിനക്കറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യൂത്രേ. സ്വർഗ്ഗം അല്ലാഹുവിനോട്. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. റമളാൻ മാസത്തിന്റെ 1-ാമത്തെ രാവ് കടന്നു വരുമ്പോൾ സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ് എന്റെ വീട്ടിൽ താമസിക്കാനുള്ളവരെ നീ തിരഞ്ഞെടുക്കണേ എന്ന് സ്വർഗ്ഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗ്ഗമാ ചോദിക്കുന്ന അല്ലാഹുവിനോട്, എന്റെ വീട്ടിൽ താമസിക്കാനുള്ളവരെ നീ തിരഞ്ഞെടുക്കണേ പടച്ചവനെ. സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങള് അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, റബ്ബേ, അല്ലാഹ് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, അല്ലാഹുവേ, ഈ കാണുന്ന ഈ റമളാനിന്റെ 1-ാമത്തെ രാവിൽ ഈ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇവരെ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരാക്കി തരണേ എന്ന് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് 1-ാമത്തെ രാവിന്റെ പ്രത്യേകത. സഹോദര, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റമളാനിന്റെ 1-ാമത്തെ രാവിൽ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നോക്കും. റഹ്മത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം ഈ ഭൂമിയിലേക്ക് നോക്കും. ആ സമയത്ത് നിങ്ങളൊക്കെ നിസ്കാരപ്പായിൽ ഉണ്ടാകണം. റമളാനിന്റെ 1-ാമത്തെ രാവിൽ 7 മണിയാകുമ്പോഴേ പള്ളിക്കകത്ത് പോയിരിക്കണം. 7:30 ഇശാ കഴിഞ്ഞല്ല, മുമ്പേ പള്ളിയിൽ പോയിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ റമളാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ, ആ പിറ അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കും. ആ നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലം യുഅദ്ദിബുഹു അബദ, പിന്നെ ഒരു കാലത്തും അള്ളാഹു നിന്നെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലത്ത് നീ പേടിക്കണ്ട, അള്ളാഹു നിന്നെ ശിക്ഷിക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുന്നു. ആ റമളാനിനെ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി, പ്രവാചകൻ കരയാൻ തുടങ്ങി. സഹാബികൾ ഓതാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. പ്രവാചകൻ കരയുന്നത് കണ്ടപ്പോൾ ചില സഹാബത്ത് കരഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി തീർന്നു കഴിഞ്ഞപ്പോൾ ഈ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി സ്വഹാബികളോട് പറഞ്ഞു, രണ്ടാമത് മോദാൻ. അവിടുന്ന് രണ്ടാമത് മോദി. പ്രവാചകനും കരഞ്ഞു, സ്വഹാബികളും കരഞ്ഞു. പിന്നെയും കുറച്ചു സ്വഹാബികൾ കരഞ്ഞില്ല. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കരയണം. റസൂലുള്ളാഹി പറഞ്ഞു, ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയണം. ഇനി കരച്ചിൽ വരുന്നില്ലയോ, അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണം, കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണം. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്താ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ സൂറത്ത്, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഒന്നുകിൽ കരയണം, അല്ലെങ്കിൽ അഭിനയിക്കണം. ഏത് ചെയ്താലും സ്വർഗമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കരയുകയോ അഭിനയിക്കുകയോ എന്തെങ്കിലും ചെയ്യും, അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരട്ടെ, ആ സൂറത്ത് പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഇൻഷാ അല്ലാഹ് ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്ക്. ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ട്. ഇൻഷാ അല്ലാഹ് എടുത്തു. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്, ആ ഉയർത്തിയ കൈ പോക്കറ്റ് ഇട്. എന്നിട്ടൊരു സദക്ക എടുക്ക്. ലാഭം നിങ്ങൾക്കാ, അള്ളാഹുവിനല്ല, നിങ്ങൾക്കാ നേട്ടം. അസ്സദഖത്തു റദ്ദുൽ ബലാ. ഞാൻ 2 ദിവസം മുമ്പ് കണ്ണിയത്ത് ഉസ്താദിന്റെ കോളേജിൽ വഅദിന് പോകുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനസ് എന്ന് പറയുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ 2 കിഡ്നിയും പോയി. 10ാം ക്ലാസ്സിൽ രക്തം ഛർദ്ദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, 2ഉം പോയി. അള്ളാഹു ആ പൊന്നുമോന് ശിഫ കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അവരുകൾ പറഞ്ഞു, തലയ്ക്കകത്ത് ബ്ലഡ് കോട്ടായിട്ട് ഒരേ കിടപ്പ് കിടക്ക ഈ നാട്. ഇവിടെ അടുത്തവിടെ ഒരു ചെറുപ്പക്കാരൻ. എന്റെ പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നിന്റെ വീട് വിറ്റിട്ട് നീ സദക്ക കൊടുക്കാന്ന് പറഞ്ഞാലും രോഗം മാറുമോ? അല്ലാഹ് ഞാൻ കോടിക്കണക്കിന് രൂപ തരാം, എന്റെ ക്യാൻസർ മാറ്റി തരണമെന്ന് പറഞ്ഞാൽ മാറുമോ? മാറണമെന്നില്ല. പക്ഷെ ഇന്ന് നീ ബക്കറ്റിന്റെ അകത്ത് ആ കോടികളൊന്നും കൊടുക്കണ്ട, നിന്റെ കയ്യിൽ എന്തുണ്ടോ നീ ബക്കറ്റിലിട്. അള്ളാഹു നിനക്ക് ആ ഗതി വരുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 കിഡ്നിയും തകർന്നു പോയാൽ മാറ്റി വെക്കണമെങ്കിൽ 25-30 ലക്ഷമാ മോനെ. ഉണ്ടോ നിന്റെ കയ്യില്? അങ്ങനെ ഒരു ഗതി നിനക്ക് വരാതിരിക്കാൻ ഈ ബക്കറ്റിന്റെ അകത്ത് അൽഹംദുലില്ലാഹ് നല്ല ലക്ഷ്യത്തോടു കൂടിയ കഴിഞ്ഞ വർഷം 10 പവൻ സ്വർണം കൊടുത്തൊരു പൊന്നുമോക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാവരും കൈയിട്ടൊരു സദക്ക എടുത്തോ. എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. വെച്ച പൈസ അവിടെ ഉണ്ടോന്നെങ്കിലും നോക്ക്. അള്ളാഹുവേ, ഈ സദക്ക കൊടുക്കുന്നവർക്ക് നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ, നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുന്ന, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലിരുന്ന് സീരിയലിന്റെ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ,
ഇനി അവിടെ ഇരുന്ന് കരയണ്ട, ഇനി നീ അവിടെ ഇരുന്ന് കരയണ്ട. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്തൂതിയിട്ട് കരയണേ, ഈ സൂറത്തൂതിയിട്ട് കരയണേ. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓതാ തയ്യാറാണോ? അല്ലാഹുവേ, ഈ സൂറത്ത് ഓതാ നിയത്ത് ചെയ്യുന്നവർ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഇവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുത്തു. അല്ലാഹുവേ, ഈ സദഖ കൊടുക്കുന്നവരെ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തി രക്ഷിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11:15 ഞാൻ നിർത്തുകയാ. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് 1.25 മണിക്കൂറായി. ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഓതുവല്ലോ, ഓതുവല്ലോ, ഉറക്കപ്പറ, ഓതുവല്ലോ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സംഘാടകരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. ഈ സംഘാടകരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാട്ടിലൊരു സാധുവിന് ഒരു ചെറിയ ഒരു കൂര വെച്ചു കൊടുക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അള്ളാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. എവിടെയെങ്കിലും ഒരു 2 സെന്റെങ്കിലും, എവിടെയെങ്കിലും ഒരു 2 സെന്റ് വസ്തു വാങ്ങി ഒരു ചെറിയ ഒരു കൂടാരം മഴ പെയ്യുമ്പോൾ നനയാതെ കിടക്കാൻ വേണ്ടി പണിത് കൊടുക്കണമെന്ന അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആരെങ്കിലും മനസ്സുള്ളവരുണ്ടെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, ആർക്കെങ്കിലും കൊടുക്കോ? ഏക്കർ കണക്കിന് വസ്തുവുള്ള ആരെങ്കിലും ഒരു 2 സെന്റ്, നീ വീട് വെച്ചിരിക്കണ എത്ര സെന്റില്ല? ആലോചിക്ക, ഒരു 2 സെന്റ് വസ്തു. അൽഹംദുലില്ലാഹ്, ഒരു പാവത്തിനല്ലേ മനുഷ്യ 6 അടി മണ്ണിന്റെ അകത്ത് പോയി കിടക്കണം. നമുക്കെന്തിനാ വീടും കൂടൊക്കെ? ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിലും കൊടുക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വസ്തുവൊന്നും ആയിട്ടില്ല, വസ്തുവൊന്നും ആയിട്ടില്ല. ഇനി അത് വസ്തു വാങ്ങണം. ആരെയെങ്കിലും കണ്ട് പടച്ചവനെ എന്തെങ്കിലുമൊക്കെ കയ്യും കാലും പിടിച്ച് സദക്ക ചോദിച്ച് ആ 2 സെന്റ് വസ്തു, അല്ലെങ്കിൽ 2.5 സെന്റ് ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് പോലും ഇപ്പൊ വീട് കിട്ടും. അങ്ങനല്ലേ? 3 സെന്റ് വേണം, ഇല്ലേ? അൽഹംദുലില്ലാഹ്. ഒരുപാട് വസ്തുവുള്ള ആരെങ്കിലും ഉണ്ടോ? അത് ചോദിച്ചാൽ ഇപ്പൊ അള്ളാഹ് ഇറങ്ങി ഓടും, അല്ലേ? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 സെന്റ് വസ്തു അൽഹംദുലില്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ കൊടുക്കുക. എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ വസ്തു വാങ്ങല്ല. ഇൻഷാ അല്ലാഹ് ആ വസ്തു വാങ്ങിയിട്ട് ഇവരുടെ ആഗ്രഹം അടുത്ത കൊല്ലത്തിന് മുമ്പായിട്ടൊരു വീട് വെക്കണമെന്നാണ്. ആ വീടിന്റെ പണി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആയുസുണ്ടെങ്കിൽ അള്ളാഹു അനുഗ്രഹിച്ച നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുത്തൂടെ? എപ്പോഴും അല്ലല്ലോ. ആ വീട് പണി നടക്കുന്ന സമയം, ആ വീടിന്റെ പണി നടക്കുന്ന സമയം ഒരു സാധുവിനല്ലേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തെന്നറിയോ? ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവര് കൈവയ്ക്കുക. ഹജ്ജിന് പോകാൻ വാപ്പ ആഗ്രഹമില്ല, വാപ്പ നിങ്ങൾക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? നല്ല പൊക്കിക്ക. അല്ലാഹുവേ, ഈ കൈ പൊക്കിയ എല്ലാവരെയും നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ശഅബാനിന്റെ രാത്രി ഹജ്ജിന് പോകണമെന്ന ആഗ്രഹത്തോടെ ആരൊക്കെ കൈ പൊക്കിയോ അല്ലാഹ്, ഈ ഒറ്റ നന്മയ്ക്ക് പകരം നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ, നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ. കൈ പൊക്കാത്തവരുടെ കാര്യം എനിക്കറിയില്ല. ഓൻ അവിടെ പോകാൻ ആഗ്രഹമില്ല, അത് തന്നെ. ഇനി അവന്റെ കാര്യം അല്ലാഹു ആയാലും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഈ സാധുവിന് വീട് വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു 5 നയാ പൈസ കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയാണ്.
പാവങ്ങളെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാൽ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരികയാണ്. എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ ഏത് കഴിക്കണമെന്ന് നമുക്കറിയില്ല. റബ്ബേ, ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാ. എങ്കിലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടിന്റെ പരിസരത്ത്, നമ്മുടെ അയൽവാസികൾ ഒരു നേരം പടച്ചവര് നോമ്പ് തുറക്കുന്ന സമയത്ത് കയ്യിലെ വെള്ളവും അതാ കാരക്കയും പിടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. മറന്നു പോകല്ലേ ചെറുപ്പക്കാരാ, മറന്നു പോകല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗമാണ് പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ പരിശുദ്ധമായ കഅബാലയത്തിൽ മതാഫിലൂടെ തവാഫ് ചെയ്തിട്ട് മഹാനവറുകളെ കഅബയുടെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു സ്വപ്നം കാണുകയാ. ഈ വർഷം ഹജ്ജിന് വന്ന ആൾക്കാരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചത് എന്തുകൊണ്ടെന്നറിയുമോ? ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ഒരു നന്മ കൊണ്ടാ. ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ഒരു നന്മ കാരണം എല്ലാവരുടെയും അല്ലാഹു ഹജ്ജ് സ്വീകരിച്ചത് മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആരാതമ്പുരാന് പറഞ്ഞ അടയാളം വെച്ച് സ്വപ്നത്തിൽ കണ്ട നാട്ടിലേക്ക് യാത്രയാവുകയാണ്. പടച്ചവനെ, ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടിയ മനുഷ്യനാരാ? ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടിയ മനുഷ്യനെ തേടിയിട്ട് ഈ മഹാൻ പോയി. ചെന്ന് നോക്കുമ്പോ ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനാണ്. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഹജ്ജിന് പോകണമെന്നാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണം. ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്നൊരൽപ്പം എടുത്തു മാറ്റിവെക്കും. ഇങ്ങനെ പതിറ്റാണ്ടുകളോളം, എത്രയോ കൊല്ലം ഹജ്ജിന് പോകാൻ വേണ്ടി തന്റെ ശമ്പളത്തിൽ നിന്ന് തനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അല്പമായിട്ട് എടുത്തു മാറ്റിവെച്ചു. ചരിത്രം അവിടുന്ന് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ അവസാനം ഹജ്ജിന് പോകാനുള്ള പൈസയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ പരിപൂർണ ഗർഭിണിയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പരിപൂർണ ഗർഭിണിയാ. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണ് ചോദിക്കുന്ന കാര്യം ഭർത്താവ് വാങ്ങിക്കൊടുക്കണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എപ്പോഴും പറയും, ഇത്തിരി ഇറച്ചി എനിക്ക് കഴിക്കണം, വാങ്ങിത്തരുവോ? ഈ സാധുവിന്റെ കയ്യിൽ പൈസയില്ല. ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയല്ലാതെ വേറെ പൈസയില്ല. ഒരു ദിവസം ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഇറച്ചി വാങ്ങിത്തരൂല. ഞാനൊരു ഗർഭിണിയാണ്, നിങ്ങൾ എനിക്ക് ഇറച്ചി വാങ്ങിത്തരൂല. പക്ഷേ ഇന്ന് നമ്മുടെ വീടിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണം അടിക്കുന്നുണ്ട്, അവിടെയെങ്കിലും പോയി ഇത്തിരി വാങ്ങിയിട്ട് വാ. ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറയുകയാ, ഇറച്ചി കഴിക്കാനുള്ള കൊതി കൊണ്ട് പറയുക, അടുത്ത വീട്ടിൽ പോയിട്ടെങ്കിൽ ഇത്തിരി വാങ്ങിയിട്ട് വാ. തന്റെ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ. ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. ചെന്നിട്ട് ചോദിച്ചു, പെണ്ണെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാ, അവൾക്ക് ഇത്തിരി ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണമടിക്കുന്നു, ഒരിത്തിരി ഇറച്ചിതാ എന്റെ ഭാര്യയ്ക്ക് കഴിക്കാനാ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ഞാൻ തരൂല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അന്നാ ഇറച്ചി വേണ്ട, ഇത്തിരി വെള്ളമെങ്കിലും താ. ആ ഇറച്ചിയുടെ ഒരൽപ്പം ചാറെങ്കിലും താ എന്റെ ഭാര്യക്ക. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ഈ മനുഷ്യൻ പറഞ്ഞു, അവള് ഗർഭിണിയാ, നിന്നെ പോലെ ഒരു പെണ്ണല്ലേ, ഇത്തിരി ഇറച്ചിയുടെ ഇല്ല, നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ തരൂല. ഈ മനുഷ്യന് സങ്കടമായി. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തേ തരാത്ത? ഒരിത്തിരി ചാറ് പോലും തരാത്തത് എന്താ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിച്ചുകൂടാ.
ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിച്ചുകൂടാ. അപ്പൊ ഈ ചെരുപ്പ് കുത്തിയായി മനുഷ്യൻ ചോദിച്ചു, ഞാനും മുസ്ലിം, നിങ്ങൾ മുസ്ലിം, നിങ്ങൾക്ക് കഴിക്കാമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, പിന്നെ എന്റെ തരാത്തെ? ആ സമയത്ത് ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് 2 മക്കളാവുള്ള, ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല, എന്റെ മക്കള് കുറെ കാലം കൊണ്ട് ഇറച്ചി വാങ്ങിത്താ ഉമ്മ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുന്നു, എന്റെ കയ്യിൽ പൈസയില്ല, എത്രയോ കാലം കൊണ്ട് എന്റെ മക്കൾ ഇറച്ചിക്ക് വേണ്ടി കിടന്ന് കരയാ, എന്റെ കയ്യിൽ വാങ്ങാൻ പൈസയില്ല. ഇന്ന് ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു, ഒരു കഴുത ചത്ത് കിടക്കുന്നു. മക്കൾ ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ചത്ത് കടന്ന കഴുതയുടെ ഇറച്ചി ഞാൻ വെട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാ. അല്ലാഹുവേ, ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് വർഷങ്ങളോളം സമ്പാദിച്ചു വെച്ചിരുന്ന ഹജ്ജിന് പോകാനുള്ള പൈസ എടുത്തുകൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എവിടെ കൊണ്ടുപോവാ? ഹജ്ജ് അയൽവാസിക്ക് കൊടുക്കാനാ. ഭാര്യ ചോദിച്ചു, ഇത് ഹജ്ജിന് പോകാൻ വെച്ച പൈസയല്ലേ? ആ സമയത്ത് ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞു, പെണ്ണെ, എന്റെ വീടിന്റെ പരിസരത്ത് ഒരു നേരത്ത് ഒരല്പം ഇറച്ചി കഴിക്കാൻ ഗതിയില്ലാതെ ചത്തുപോയ കഴുതയുടെ ഇറച്ചി തിന്നേണ്ട അവസ്ഥയിൽ എന്റെ അയൽവാസി കിടക്കുമ്പോ, യതീമായ മക്കള് കിടക്കുമ്പോ അവർക്ക് കൊടുക്കാതെ ഈ പൈസയും കൊണ്ട് ഞാൻ മക്കത്ത് പോയിട്ട് കാര്യമില്ല. ഈ പൈസ കൊണ്ടുപോയി ഞാൻ അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്റെ ഈ അയൽവാസിക്ക് കൊടുക്കലാണെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി വർഷങ്ങളോളം കാത്തുവച്ചിരുന്ന പൈസ കൊണ്ട് സദഖ കൊടുത്ത ഒറ്റ നന്മയ്ക്കാണ് അള്ളാഹു ആ മനുഷ്യന് ഹജ്ജ് ചെയ്ത പ്രതിഫലം തൗഫീഖ് കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമുക്ക് നൽകുന്ന വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് റമളാനൊക്കെ കടന്നു വരുന്നു. എത്രയോ പാപങ്ങൾ തിരിഞ്ഞു നോക്കണം സഹോദര. ഒരു കിറ്റൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. റമളാൻ മാസത്തിൽ നിങ്ങളൊക്കെ ഒരു കിറ്റ്. ഞാൻ ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ വാപ്പാടെ ഒരു കൂട്ടുകാരൻ, അല്ലാഹു പടച്ചവനെ അദ്ദേഹത്തിന് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. എന്റെ കയ്യെ പിടിച്ചിട്ട് കരയാ, മോനെ എന്തെങ്കിലും താ മോനെ, ഭക്ഷണം കഴിച്ചില്ല മോനെ, എന്റെ കയ്യിലൊന്നുമില്ല, ഇന്ന് ഞാൻ പട്ടിണിയാ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്തെങ്കിലും താ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉപ്പാനെ അറിയുന്ന ഒരു മനുഷ്യൻ ചോദിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. സഹോദര, ഇതുപോലെ എത്രയോ പാവങ്ങളുണ്ട്. പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നു. നിന്റെ വാപ്പാടെ കൂട്ടുകാര്, നിന്റെ ഉമ്മാടെ കൂട്ടുകാര്, നിന്റെ മാതാവിന്റെ കുടുംബക്കാര്, നിന്റെ പിതാവിന്റെ കുടുംബക്കാര്, നിന്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നിന്റെ അയൽവാസികൾ, അൽഹംദുലില്ലാ, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊട്ടാരം പണിയാനൊന്നുമല്ല, വെയിൽ കൊള്ളാതെ മഴ പെയ്യുമ്പോൾ നനയാതെ അല്ലാഹുവെ കേറി കിടക്കാൻ ഒരു ചെറിയ ഒരു കൂര വെക്കുന്നതിന് വേണ്ടിയാ. അതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം, ഒന്ന്, നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, വാപ്പ ഒരു നല്ല മരണമാ. വാപ്പ, എൻ്റെ ഉപ്പ, നിനക്കൊരു നല്ല മരണം വേണ്ടേ? നിനക്ക് മോഹമില്ലേ നല്ലതുപോലെ മരിക്കാൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണു തള്ളി വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് മുഖം കറുത്ത് കാണാൻ വരുന്നവരെ പേടിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ചില മയ്യത്തുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ.